ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു ആൽ എക്സ്പ്ലെയിനർ. അപ്പോൾ ഇതിനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് ഡെവിൽ മേ ക്രൈൻ്റെ എപ്പിസോഡ് 2 ആണ്. ഈ ഒരു എപ്പിസോഡ് അഥവാ ഡാൻഡേൻ്റെ ഒരു വേറെ ഒരു സ്വാഗുള്ള എപ്പിസോഡാണ്. അപ്പോൾ ഈ എപ്പിസോഡ് ഫുള്ളി കാണാൻ ശ്രമിക്കുക. നിങ്ങൾ ഈ വീഡിയോ ലൈക്ക് ചെയ്തിട്ടാണ് കാണുന്നതെങ്കിൽ ഈ വീഡിയോ കുറേ പേർക്ക് റെക്കമെൻഡ് ചെയ്യുമ്പോൾ എനിക്ക് അടുത്ത എപ്പിസോഡ് ചെറിയ മോട്ടീവ് ആയിരിക്കും. സോ ലെറ്റ്സ് സ്ട്രൈക്ക് ആൻഡ് ത്രോ ഇറ്റ്. എപ്പിസോഡിന്റെ സ്റ്റാർട്ടിങ്ങിൽ US മിലിറ്ററി കുറേ ഹണ്ടേഴ്സിനെ പിടിച്ച് ഒരു സ്ഥലത്ത് ഇരുത്തിയിരിക്കുകയാണ്. അപ്പോൾ അവിടേക്ക് കുറേ ഹണ്ടേഴ്സിന് ഭയങ്കര ദേഷ്യം വരികയാണ്. കാര്യം കുറേ നേരമായിട്ട് ഇവിടെ ആരും വരുന്നുമില്ല, ഒന്നും പറയുന്നുമില്ല. അപ്പോൾ ഗാർഡ്സ് പറയുന്നുണ്ട് നിങ്ങൾക്ക് വേണ്ട ടാർഗറ്റ് വൈസ് പ്രസിഡന്റ് ഒന്ന് ഇപ്പോൾ തന്നെ പറയുന്നതായിരിക്കും. അപ്പോൾ തന്നെ വൈസ് പ്രസിഡന്റ് വരുന്നുണ്ട്. വൈസ് പ്രസിഡന്റ് വന്നതിന് ശേഷം ഡാൻഡിന്റെ കഴുത്തി കിടക്കുന്ന ആ ഒരു ചെയിൻ കാണിച്ചതിന് ശേഷം പറയാണ് ഈ ചെയിൻ നിങ്ങൾ കൊണ്ടുവരണം. ഈ ചെയിൻ ഇരിക്കുന്ന ആളാരെന്ന് വെച്ചാൽ ഭയങ്കര സ്ട്രോങ് ആയിരിക്കുന്ന ഒരാളാണ്. ഇവന്റെ ഫ്രണ്ടിൽ ഒഴിഞ്ഞ കൈ കൊണ്ട് ഫൈറ്റ് ചെയ്യാൻ പോകരുത്, ഗണ്ണില്ലാതെ പോകാൻ പോലും പാടില്ല. കാര്യം ഇവൻ അത്രയ്ക്ക് വേറെ ഒരു ഫൈറ്ററാണ്. ഇവന്റെ കയ്യിരിക്കുന്ന ഈ ചെയിനാണ് കൊണ്ടുവരേണ്ടത്. ഈ ചെയിൻ ലോകത്തിന് സംരക്ഷിക്കാൻ പറ്റുന്ന കരുത്തുള്ള ഒരു സാധനമാണിത്. അപ്പൊ അവിടെ ഇരിക്കുന്ന ആൾക്കാർ പറയുന്നുണ്ട് ഇത്രയ്ക്ക് ബിൽഡപ്പ് കൊടുക്കാൻ അവരാണ് സൂപ്പർമാന്റെ മോനെ വല്ലതാണോ, അവന്റെ ഫോട്ടോ കാണിക്കും എന്ന് പറയുമ്പോൾ വൈസ് പ്രസിഡന്റ് അവിടെ ഫോട്ടോ കാണിക്കുന്നുണ്ട്. അവന്റെ ഫോട്ടോ കാണിക്കുമ്പോൾ തന്നെ എല്ലാവരും ചിരിക്കുകയാണ്. ഇവനെയാണോ ഇവനെയാണ് വൈസ് പ്രസിഡന്റ് ഇത്ര ബിൽഡപ്പ് കൊടുത്തത്, ഇവനെ കാണാൻ കൊച്ചു പിള്ളേ പോലെ ഉണ്ട്, ഇവർ കൊച്ചു ഇറക്കുന്നല്ലേ എന്ന് പറഞ്ഞ് ചിരിക്കുന്ന എല്ലാവരും. അപ്പോഴവിടെ പിറകിരിക്കുന്ന ആൾ പറയുന്നുണ്ട് ചിരിക്കുന്നവരൊക്കെ ചിരിച്ചോട്ടെ, എനിക്കൊരു കാര്യം അറിയാം ഇവനെ പറ്റി. ഈ ഡാൻഡി പറഞ്ഞവന്റെ കൂടെ വർഷങ്ങൾക്ക് മുന്നേ വർക്ക് ചെയ്തിട്ടുണ്ട്. ഇവന്റെ കൂടെ വർക്ക് ചെയ്തുകൊണ്ട് പറയുന്നതല്ല, ഇവന്റെ മൂവ്മെന്റ്സ് ഇവന്റെ കയ്യിൽ നിന്ന് 2 പിസ്റ്റൽ വെച്ച് ഇവൻ കാണിക്കൽ കാണണം, വേറെ ലെവലാണ്. ഭയങ്കര അധികം സ്പീഡുള്ള ഒരു സൂപ്പർ സോൾജറാണ് ഇവൻ. ഇവനെ കൊല്ലം എത്ര രൂപ തരാൻ പറഞ്ഞ പോലെ ഞാൻ നിൽക്കില്ല എന്ന് പറഞ്ഞാൽ പോകുമ്പോഴാണ് വൈസ് പ്രസിഡന്റ് പറയുന്നത് 2.5 മില്യൺ തരാം. അപ്പോഴേ പോകായിരുന്ന ആൾ പറയുന്നുണ്ട് ഓ അത്രേ തരോ എന്നും പറഞ്ഞ് അയാൾ തിരിച്ചൊന്നിരിക്കുന്നുണ്ട്. അപ്പോഴാണെങ്കിൽ അവിടേക്ക് പറയുന്നുണ്ട് അതിരിക്കട്ടെ എന്തിനായി കൊച്ചു പിള്ളേരെ പോലത്തെ ഈ സോൾജേഴ്സിനെ ഇവിടെ പിടിച്ചിരുത്തിയിരിക്കുന്നത് എന്ന് പറഞ്ഞിട്ട് അവിടെ സോൾജേഴ്സിനെ പറ്റി ഒരാൾ ചൊറിയുകയാണ്. അവിടെ ഈ നിങ്ങൾ സോൾജേഴ്സ് ആണ് നിങ്ങൾക്ക് ബാക്കപ്പ് നിൽക്കാൻ പോകുന്നത്, അഥവാ നിങ്ങൾക്ക് എന്തെങ്കിലും പറ്റുകയാണെങ്കിൽ ഈ സോൾജേഴ്സ് കയറി സ്ട്രൈക്ക് ചെയ്യുന്നതായിരിക്കും എന്ന് പറഞ്ഞാണ് അവരെ വൈസ് പ്രസിഡന്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ഈ ഒരു കോൺട്രാക്ട് ഈ ഒരു നൈറ്റ് വരെ ഉള്ളൂ. ആരവനെ കൊണ്ടുവരുന്നോ, പ്രത്യേകിച്ച് സംസാരിക്കാൻ പറ്റുന്ന രീതി അവൻ ആര് കൊണ്ടുവരണോ അവർക്ക് എക്സ്ട്രാ ബോണസ് തരുന്നതായിരിക്കും എന്ന് പറയുമ്പോൾ തന്നെ എല്ലാവരും പോകുന്നുണ്ട്. എല്ലാവരും പൊക്കോണ്ടിരിക്കുമ്പോൾ അതിലൊരുത്തം ചോദിച്ചിട്ടുണ്ടായിരുന്നല്ലോ ഗാർഡ്സിനെ പറ്റി, അവനെ പിടിച്ച് നിർത്തുകയാണ്. എന്നിട്ട് ചോദിക്കുകയാണ് നിനക്കറിയാവോ ഇതെന്താണെന്ന് എന്ന് പറഞ്ഞ ശേഷം ഒരു ബുള്ളറ്റ് അവിടെ ഒരു ലേഡി കാണിച്ചെടുക്കുന്നുണ്ട്. ഇതിന്റെ പേരാണ് ഡീമൺ ബുള്ളറ്റ്. ഇതിനകത്തുള്ള പച്ച ലക്വിഡ് കണ്ടോ, ഇത് ഡീമൺസിന്റെ സെൽസി കയറിയതിനു ശേഷം അവരുടെ ഒരു ജനറ്റിക്സിനെ മൊത്തം തൊലച്ചു കളയും, എന്നിട്ട് അവർ മരിക്കുന്നതായിരിക്കും വളരെ വിചിത്ര രൂപത്തിൽ എന്നും പറഞ്ഞ ആ പെൺകുട്ടി അവന്റെ അടുത്ത് കുറെ എക്സ്പ്ലനേഷൻ പറയുമ്പോൾ തന്നെ അവനാകെ വേർക്കാൻ തുടങ്ങിയാണ്. അതിനുശേഷം ആ പെൺകുട്ടി അവന്റെ ഡ്രസ് വരുമ്പോൾ ഒരു കാര്യം മനസ്സിലാവുന്ന അവർ ഡീമൺ ആണെന്ന്. പെട്ടെന്ന് അവന്റെ ഒറിജിനൽ രൂപത്തോട്ട് വരുന്നുണ്ട്. ആ ഒറിജിനൽ രൂപത്തിൽ വന്ന ഡീമൺ ആണെങ്കിൽ അവിടേക്ക് നല്ല അറ്റാക്ക് ചെയ്യാൻ പോകുന്നുണ്ട്, പ്രത്യേകിച്ച് വൈസ് പ്രസിഡന്റ് കണ്ണിലടക്കാതെ ധൈര്യത്തോടെ നിപ്പുണ്ട്. അതിനുശേഷം ആ പെൺകുട്ടി ചേർന്നതിന് ശേഷം പിസ്റ്റൽ വെച്ച് ആ ഒരു ഡീമയുടെ തലത്തിന് എവിടെ വെച്ച് കൊല്ലുകയാണ്. ആ പെൺകുട്ടിന്റെ പേര് ആർക്കസ് എന്നാണ്. അപ്പൊ ആർക്കസ് അവിടെ നിൽക്കുന്ന വൈസ് പ്രസിഡന്റിനോട് ചോദിക്കുന്നുണ്ട് എന്താണ് പ്രസിഡന്റ് അത്രയ്ക്ക് ധൈര്യമാണ് നമ്മുടെ അടുത്ത് നിൽക്കാൻ വേണ്ടി. അപ്പോഴേ റൂമിൽ ഇന്നലെ മുയൽ അറ്റാക്ക് രക്ഷപ്പെട്ട് അവൻ വരികയാണ്. അവന്റെ പേര് ആൻഡ്രോ എന്നാണ്. അപ്പൊ ആൻഡ്രോ വരുമ്പോൾ തന്നെ ആർക്കസ് ചോദിക്കുന്നുണ്ട് ഇവൻ നമ്മുടെ ടീമിൽ കയറ്റാൻ കൊള്ളാമോ, ഇവൻ അത്രയ്ക്ക് യോഗ്യതയുണ്ടോ. അപ്പൊ വൈസ് പ്രസിഡന്റ് പറയുന്നുണ്ട് അതെ ഇവന് അത്യാവശ്യം സ്കില്ലൊക്കെ ഉണ്ട്, നമ്മുടെ ടീമിൽ കൂട്ടാൻ കൊള്ളാം. അപ്പൊ വൈസ് പ്രസിഡന്റ് പറയുന്നുണ്ട് നിങ്ങൾ ഏജൻസ് ആണ് ഈ ഒരു മിഷൻ നോക്കി നടത്തേണ്ട, ഏറ്റവും പ്രധാനമായിട്ട് ഒരുത്തിനൂടെ വേണം എന്ന് പറഞ്ഞ് അവിടെ ബ്രോക്കറിനെ കൊണ്ടുവരികയാണ്. അവിടെ നിന്ന് കട്ട് ചെയ്ത് തൊട്ടടുത്ത സീല് ഡാൻഡിന്റെ വീട്ടിലോട്ട് ബ്രോക്കർ പോവുകയാണ്. ഇപ്പോഴാ ബ്രോക്കർ ഡാൻഡെ വിളിച്ചോണ്ട് ഡാൻഡേനെ അവിടെ ഒന്നും കാണുന്നില്ല. അപ്പൊ ഡാൻഡെ പെട്ടെന്ന് അവന്റെ പിറകിൽ കൂടെ ഗണ്ണ് ചെയ്തുകൊണ്ട് വരുന്നുണ്ട്. നീ എനിക്ക് ലാസ്റ്റ് ഒന്നും മിഷൻ ഉണ്ടല്ലോ അത് ഒരു ഷേപ്പ് ഷിഫ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഡീമൺ ആയിരുന്നു. ആ ഡീമൺ എന്റെ ബ്രദറിന്റെ രൂപം എടുത്തോണ്ട് എന്നെ മാനിപ്പുലേറ്റ് ചെയ്യാൻ നോക്കി, പക്ഷെ നടന്നില്ല. സത്യം പറ ഈ മിഷൻ നീ ആര് പറഞ്ഞാണ് എനിക്ക് തന്നത് എന്ന് പറയുമ്പോൾ തന്നെ ആ ബ്രോക്കറിന്റെ കയ്യിൽ ഷൂക്കേസിന്റെ താഴെയായിട്ട് ഒരു ട്രാക്കർ ഇരിപ്പുണ്ട്. തൊട്ടടുത്ത സീനിൽ US മിലിറ്ററിയിലത്തെ ഗാർഡ്സ് ഒക്കെ ചേർന്നതിന് ശേഷം ആ ട്രാക്ക് ചെയ്തുകൊണ്ട് തൊട്ട് താഴെ വന്ന് നിൽക്കുകയാണ്. അതിന്റെ കൂടെ തന്നെ തൊട്ടപ്പുറത്ത് ബിൽഡിംഗ് കൂടെ കുറെ ഗാർഡ്സ് നിപ്പുണ്ട്. അപ്പോഴാണെങ്കിൽ മറ്റേ ബ്രോക്കർ ഡാൻഡെ അടുത്ത് പറയുന്നുണ്ട് നിനക്ക് ഈ മിഷൻ തരാൻ പറഞ്ഞത് ഒരു മനുഷ്യ രൂപത്തിലുള്ള ഒരു മൊയലാണ്. അപ്പൊ ഡാൻഡി പറയുന്നുണ്ട് ഓ അപ്പൊ നീ പറഞ്ഞു വരുന്നത് ഒരു മനുഷ്യ രൂപമുള്ള ഒരു മൊയലാണ് ഈ മിഷൻ എനിക്ക് തരാൻ പറഞ്ഞതല്ലേ, നല്ല തമാശയായിട്ടുണ്ട് എന്ന് ഡാൻഡെ ആ ബ്രോക്കറിനോട് പറയുന്നുണ്ട്. അത് ഇതിരിക്കട്ടെ ഇപ്പൊ നീ എന്തിനാ ഇവിടെ വന്നത് എന്ന് ബ്രോക്കറിനോട് ഡാൻഡെ പറയുന്നുണ്ട്. അപ്പൊ ബ്രോക്കർ പറയാണ് അത് പിന്നെ നീ ചെയ്ത ജോലിക്കുള്ള ബാക്കി പൈസ തരണ്ടേ, അതിനോട് വന്നത്. അപ്പോഴാ ബ്രോക്കർ മറ്റേ ഡീമൺ അവന്റെ ബ്രദറിന്റെ രൂപമായിട്ട് മാറിയുണ്ടെങ്കിൽ അവൻ കുറച്ച് ഇമോഷണൽ ആവുന്നുണ്ട്. അപ്പൊ ബ്രോക്കർ അവനോട് പറയാണ് എടാ നിനക്ക് വേണ്ടി എന്റെ ജീവനെ സാക്രിഫൈസ് ഞാൻ റെഡിയാണ്. ഓ ശരിക്കും അതുകൊണ്ടായിരിക്കും ഈ ഒരു ബിൽഡിംഗ് ചുറ്റിലും എന്നെ പിടിക്കാൻ വേണ്ടി അഥവാ എന്നെ കൊല്ലാൻ വേണ്ടി കുറെ ആൾക്കാർ നിപ്പുള്ളത്. അപ്പോഴാണെങ്കിൽ അവൻ പറയുന്നുണ്ട് ബ്രോക്കർ പറയാണ് എടാ അത് പിന്നെ ഞാനായിട്ട് ചെയ്തതല്ല, അതിനെ ഫോഴ്സ് കൊണ്ടാണ് ഈ ബിൽഡിംഗ് ഒക്കെ ഞാൻ പറഞ്ഞു കൊടുത്തത് എന്ന് പറയണം ബ്രോക്കർ അവനോട്. എടാ ഡാൻഡെ പ്രത്യേകിച്ചൊന്നുമില്ല, അതിന്റെ കഴുത്തിൽ കിടന്ന ചെയിൻ ഉണ്ടല്ലോ അത് തന്നാൽ മാത്രം മതി, അത് അവർക്ക് കൊടുത്താൽ സമാധാനം പൊക്കോളൂ. അപ്പൊ ഡാൻഡെ പറയുന്നുണ്ട് ഇല്ല പറ്റില്ല, കാര്യം ചെറുപ്പത്തിൽ എന്റെ അമ്മ ഇതൊരു വലിയ ട്രഷർ എന്ന് പറഞ്ഞ് തന്ന സാധനമാണ്, ഒരു കാരണവശാലും കളയാൻ പാടില്ല എന്ന് പറഞ്ഞാണ് തന്നത്, അതുകൊണ്ട് ഞാൻ കൊടുക്കാൻ പോകുന്നില്ല എന്ന് ഡാൻഡെ പറയുന്നുണ്ട്. അവിടുന്ന് കട്ടത് കുറെ പേര് സിപ്പ് ലാമ്പിൽ ആക്കിയതിനു ശേഷം അവന്റെ ഒരു റൂമിലോട്ട് വരുന്നുണ്ട്. അപ്പൊ നോക്കുമ്പോൾ അവിടെ ഡാൻഡെ ഇരിക്കുകയാണ്. അപ്പൊ അവിടെ ആൾക്കാർ പറയുന്നുണ്ട് മര്യാദയ്ക്ക് ഇതിന്റെ കഴുത്തിൽ കിടക്കുന്ന ചെയിൻ മാത്രം തന്നാൽ മതി എന്ന് പറഞ്ഞ കസേര തിരിക്കുമ്പോഴാണ് അവിടെ ഇരിക്കുന്ന ഡാൻഡയുടെ ജാക്കറ്റ് നിൽക്കുന്ന ബ്രോക്കറാണ്. അപ്പൊ സൈഡിൽ നോക്കിയിരുന്ന ഡാൻഡെ ആണെങ്കിൽ അവിടെ ഇരിക്കുന്ന എല്ലാ ഓഫീസേഴ്സിന് നേരെ ഷൂട്ട് ചെയ്യാൻ തുടങ്ങുകയാണ്. അതിന് അവരെ അങ്ങോട്ടും ഇങ്ങോട്ട് ഫൈറ്റ് ചെയ്യുകയാണ്. അതിനോട് മോളിൽ ഉണ്ടായിരുന്ന എല്ലാവരും ഡാൻഡെ ഡിഫീറ്റ് ചെയ്യുകയാണ്. അപ്പൊ ബ്രോക്കർ ചോദിക്കുന്നുണ്ട് എന്താ നീ ആരെയും കൊല്ലാത്ത. അപ്പൊ ഡാൻഡെ പറയുന്നുണ്ട് അത് പിന്നെ കൊന്ന ഒരു ത്രില്ല് കാണില്ല, അടുത്ത ഫൈറ്റും ഒന്ന് ചെറുതിരിച്ചില്ലേ എന്ന് പറഞ്ഞ് അവിടെ റോക്ക് മ്യൂസിക് അവൻ പ്ലേ ചെയ്യുകയാണ്. അപ്പോഴേക്കും അടുത്ത സെറ്റ് ഓഫ് ആൾക്കാരൊക്കെ അവനെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി വരുന്നുണ്ട്. അപ്പോഴേക്കും ഡാൻഡെ ഒരു ഇരുമ്പ് റോഡ് എടുത്ത് അവരെ നേരെ അറിയുന്നുണ്ട്. അപ്പൊ തന്നെ കുറെ താഴെ വീഴുകയാണ്.
അതിനുശേഷം അവിടെ ഇരിക്കുന്ന കുറെ ആൾക്കാരായിട്ട് ഫൈറ്റ് കൊണ്ടിരിക്കുമ്പോൾ തന്നെ അതിൽ ഒരാൾ ഷോട്ട് ഗൺ വെച്ചിട്ട് അവന്റെ ചെസ്റ്റിൽ നിന്ന് വെടിവെക്കുന്നുണ്ട്. ആ ബുള്ളറ്റ് അവനെ തറച്ച് അവന് പിറകെ പോവുകയാണ്. അതിന് ഒരു ദേഹത്ത് വലിയൊരു ഇഞ്ചുറി വരികയാണ്. പെട്ടെന്ന് തന്നെ അവനൊന്ന് വലിയ ഇഞ്ചുറി ഹീൽ ആവുകയാണ്. അപ്പൊ ഡാൻഡെ അവിടെ ഇരിക്കുന്ന സോൾജറിനോട് പറയാണ്, പേടിക്കല്ലേ, ഇത് എനിക്കുള്ളൊരു പവറാണ്, എന്റെ അമ്മ ഇത് പറഞ്ഞത് സൂപ്പർ പവർ എന്നാണ്. അങ്ങനെ ഡാൻഡെ രണ്ടാമത്തെ സെറ്റ് ഓഫ് ആൾക്കാരെ ഡിഫീറ്റ് ചെയ്യുകയാണ്. അപ്പോഴേക്കും അവിടെ മൂന്നാം സെറ്റ് ഓഫ് ആൾക്കാർ വന്നതിന് ശേഷം അവൻ ചുറ്റിലും ചുറ്റുകയാണ്. അവിടുന്ന് കട്ട് ചെയ്ത് താഴെ കുറേ ഓഫീസേഴ്സ് അവൻ ഫൈറ്റ് ചെയ്ത് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് അവന് ദേഹത്തുണ്ടായിരുന്ന ഇഞ്ചുറി ഹീൽ ആവുന്ന കാണുന്നത്. ഇത് കാണുമ്പോൾ തന്നെ എല്ലാവരും നെട്ടുകയാണ്. ഇത് കാണുമ്പോൾ എല്ലാവരും പറയുന്നത് അവര് തെറ്റിദ്ധരിക്കുകയാണ്. എന്താണെന്ന് വെച്ചാൽ ആ നെക്ലസിന് പവർ ഉണ്ടായിരിക്കും അവന് ഹീൽ ആവുന്ന പറഞ്ഞാണ് എല്ലാവരും തെറ്റിദ്ധരിക്കുന്നത്. അവിടുന്ന് കട്ട് ചെയ്ത് തൊട്ടപ്പുറത്ത് ബിൽഡിംഗിൽ ആർക്കസ് റെഡി ആയി നിൽക്കുകയാണ് ഫൈറ്റ് ചെയ്യാൻ വേണ്ടി. അപ്പൊ ആർക്കസ് അവരുടെ അടുത്തൊരു കഥ പറഞ്ഞെടുക്കുകയാണ്, ഡീമൺ നൈറ്റ് അഥവാ സ്പാർട്ട ആരാണെന്ന്. പല കോടി വർഷങ്ങൾക്ക് മുമ്പ് സ്പാർട്ട പറഞ്ഞ ഒരു വീരനുണ്ടായിരുന്നു. അയാൾ ആരാന്ന് വെച്ചാൽ ഒരു ഡീമൺ നൈറ്റ് ആയിരുന്നു. എന്നാൽ ഡീമൺ കിങ്ങിന്റെ റൈറ്റ് ഹാൻഡ് ആയിരുന്നു. അയാളെ കൺട്രോളോട്ട് വരുത്താൻ വേണ്ടി നോക്കി. ഇത് കണ്ട സ്പാർട്ടയ്ക്ക് ഒട്ടും പിടിച്ചില്ല. സ്പാർട്ട അതിനെതിരെ പ്രതിഷേധിക്കാൻ തുടങ്ങി, അതിനെതിരെ ഫൈറ്റ് ചെയ്യാൻ തുടങ്ങി. സ്പാർട്ടന്റെ ഇപ്പോഴത്തെ എനിമി ആരെന്ന് വെച്ചാൽ അവന് സ്വന്തം കിങ് തന്നെയായിരുന്നു. അതും അവൻ ഒറ്റയ്ക്കാണ് ഇത്രയും ഫൈറ്റ് ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നത്. അന്ന് ആ കാലഘട്ടത്തിൽ ഡീമൺസിന് വരാനും പോകാനുമായിട്ട് ഒരു ബേരർ ഉണ്ടായിരുന്നു. ആ ബേരർ വഴിയായിരുന്നു ഹ്യൂമൻസ് ലോകത്തോട് ഡീമൺസ് വന്നുകൊണ്ടിരുന്നത് എന്ന് പറഞ്ഞാൽ ഫ്ലാഷ് ബാക്ക് നിർത്തുകയാണ്. അവിടുന്ന് കട്ട് ചെയ്ത് എപ്പിസോഡിന്റെ സ്റ്റാർട്ടിങ്ങിൽ ഡാൻഡേനെ അറിയാന്ന് പറഞ്ഞ ഒരുത്തുണ്ടായിരുന്നല്ലോ. അവൻ ഡാൻഡനെ കാണുമ്പോൾ പറയുന്നുണ്ട്, എടാ എനിക്ക് ഇതിനായിട്ട് ഫൈറ്റ് ചെയ്യാൻ ഒരു താല്പര്യമില്ല, പക്ഷേ കൂടുതൽ പൈസ വരെ തരാൻ പറഞ്ഞു, അതാ ഫൈറ്റ് ചെയ്യേണ്ടി വന്നത് എന്ന് പറഞ്ഞ് കൈ കൊടുക്കുകയാണ്. ഈ കൊടുത്ത് തൊട്ടടുത്ത സെക്കൻഡിൽ തന്നെ ഡാൻഡേനെ അവൻ അറ്റാക്ക് ചെയ്യുന്നുണ്ട്. പക്ഷേ ഡാൻഡെ അതൊക്കെ മാറി മാറി മിസ് ചെയ്ത് അവന് നേരെ അറ്റാക്ക് ചെയ്ത് അവനെ ഡിഫീറ്റ് ചെയ്യുകയാണ്. ഓക്കെ, അപ്പം നാലാമത്തെ സെറ്റ് ഓഫ് ആൾക്കാരും ഡിഫീറ്റ് ആയി. അപ്പം ഞാൻ ആൻഡ്രിയയുടെ സമയമായി എന്ന് പറഞ്ഞ് അവൾ പോകാൻ വേണ്ടി റെഡി ആയി നിൽക്കുകയാണ്. എന്ന് പറഞ്ഞ ആർക്കസ് ഡാൻഡേനെ ആ വീട്ടിലോട്ട് വരുന്നുണ്ട്. ഡാൻഡെ കാണുമ്പോൾ തന്നെ പറയുന്നുണ്ട് ഇവള് കുറച്ച് ചാലഞ്ചിങ് ആയിരിക്കും എന്ന് പറഞ്ഞ ശേഷം ഡാൻഡെ അവൾക്ക് നേരെ ഷൂട്ട് ചെയ്യണം. പക്ഷെ ഡാൻഡേനെയൊക്കെ ഓരോ അറ്റാക്ക് അവൾ മറികടന്ന് ഓടി ഒരു സ്പീഡ് പോവുകയാണ്. എന്നും പറഞ്ഞ് ആർക്കസ് നിന്നതിന് ശേഷം ഡാൻഡയ്ക്ക് നേരെ ഷൂട്ട് ചെയ്യണം. അപ്പൊ ഡാൻഡെ ഫേസ് കൂടെ ഓരോന്നുണ്ട്, പിറകെ കൂടെ റോപ്പ് നിൽക്കണം. അപ്പൊ ഡാൻഡെ പറഞ്ഞു ജസ്റ്റ് മിസ് എന്ന്. അപ്പോഴാണെങ്കിൽ ആർക്കസ് പറയുന്നുണ്ട് ജസ്റ്റ് മിസ് അല്ല, കറക്റ്റ് ആയിട്ട് വേണ്ട സാധനം കിട്ടി എന്നവൾ പറയുമ്പോഴേ ഡാൻഡെ ഒരു കാര്യം ശ്രദ്ധിക്കുന്ന, അവളുടെ കഴുത്തിൽ ആ ഒരു ചെയിൻ കാണുന്നില്ല. നോക്കുമ്പോൾ അവൾ ആ ഗണ്ണിന് സഹായത്തോടെ ആ ചെയിൻ അവൾ എടുത്തു കഴിഞ്ഞിരിക്കുന്നു. അവൾ ആ ചെയിൻ കൈക്കലാക്കിയ സെക്കൻഡ് തന്നെ അവളോട് എസ്കേപ്പ് ആവാണ്. അപ്പൊ ഡാൻഡെ പറഞ്ഞോട് സീരിയസ് ആയിട്ട് എടുക്കേണ്ട സമയം എത്തിക്കഴിഞ്ഞു എന്ന് പറഞ്ഞ് ഡാൻഡയും അവൾക്ക് നേരെ ഫോളോ ചെയ്യുകയാണ്. അങ്ങനെ ഡാൻഡയും ആർക്കസിനെ ഫോളോ ചെയ്ത് ഒരു പോയിന്റ് എത്തുമ്പോൾ ആർക്കസ് ഡാൻഡയുടെ തോളത്ത് നോക്കി ഷൂട്ട് ചെയ്യുകയാണ്. എനിക്കറിയാം നീ ഒരു ഡീമനാണ് എന്ന് പറഞ്ഞ ആർക്കസ് ഡാൻഡേനെ ഡ്രസ്സ് കീറുമ്പോൾ ഡാൻഡെ ഒരു നോർമൽ ഹ്യൂമൻ എന്നാണ് അവൾ അറിയുന്നത്. അല്ല, നീ ചിലപ്പോൾ ഹാഫ് ഹ്യൂമൻ ഹാഫ് ഡീമൺ ആയിരിക്കും, നീ ഒരു വെപ്പൺ ആണ് എന്ന് പറയുമ്പോൾ ഡാൻഡെ പറഞ്ഞു, നീ എന്താടി പറയുന്നത് ഡീമൺ എന്നോ എന്ന് പറയുമ്പോൾ തന്നെ അവൾ അവിടെ നിന്ന് എസ്കേപ്പ് ആകാൻ തുടങ്ങിയാണ്. അപ്പത്തെ ഡാൻഡെ അവളെ ഫോളോ ചെയ്യുന്നുണ്ട്. അതിനെ ഫോളോ ചെയ്ത് ഒരു സ്ഥലത്ത് വെച്ച് അവൾ വീഴുകയാണ്. കൃത്യമായി ഡാൻഡെ അവളെ പിടിക്കുകയാണ്. നിനക്കൊരു കാര്യം അറിയോ, ഞാൻ എത്ര ഡീമൺസിനെ കൊന്നിട്ടുണ്ടെന്ന് എന്ന് ഡാൻഡെ അവളോട് പറയാണ്. അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, ഡീമൺസ് അങ്ങോട്ടും കൊണ്ട് ഫൈറ്റ് ചെയ്ത് മരിക്കാറുണ്ട് എന്ന് ആർക്കസ് അവരോട് പറയുന്നുണ്ട്. അപ്പൊ ഡാൻഡെ പറയാണ്, നീ എന്തോ ആലോചിച്ചോ, എന്റെ നെക്ലസ് ആദ്യം എടുക്കുക എന്ന് പറഞ്ഞ് അവൾ നെക്ലസ് എടുക്കുമ്പോൾ നെക്ലസ് അവിടെ പൊട്ടിത്തെറിക്കുകയാണ്. കാര്യം അതൊരു ഡ്യൂപ്ലിക്കേറ്റ് നെക്ലസ് ആയിരുന്നു. ഒറിജിനൽ നെക്ലസ് ആർക്കസിന്റെ കയ്യിലായിരുന്നു. ആ ഒരു തക്കം നോക്കി ആർക്കസ് അവിടെ നിന്ന് എസ്കേപ്പ് ആവുകയാണ്. ഡാൻഡെ പെട്ടെന്ന് ചാടിയുണ്ട് തൊട്ട് താഴെയുള്ള ബിൽഡിംഗ് പോയതിനു ശേഷം അവൻ ഷൂട്ട് ചെയ്യുമ്പോൾ തന്നെ അവൾ പിറകെ നിന്ന് അവനെ ചവിട്ടിയിടുകയാണ്. ശേഷം അവൾ ഒരു ഷോക്ക് ഗണ്ണ് വെച്ചതിന് ശേഷം അവനെ ഡിഫീറ്റ് ചെയ്ത് താഴെ കടത്തുകയാണ്. അതിന്റെ കൂടെ തന്നെ അവളാണെങ്കിൽ ഒരു ഇഞ്ചക്ഷൻ കൊടുക്കുന്നുണ്ട്. ആ ഒരു ഇഞ്ചക്ഷൻ ഒരു ചിപ്പായിരുന്നു, ഒരു ട്രാക്കിംഗ് ചിപ്പായിരുന്നു. ഇപ്പൊ ആ ചിപ്പാണെങ്കിൽ അവന്റെ കഴുത്തിനകത്ത് ഫിക്സ് ആയിരിക്കുകയാണ്. അപ്പോഴാണെങ്കിൽ അവൾ അവനോട് പറയാണ്, നീ ട്രക്ക് വിട്ട് വെളിയിൽ പോകാൻ പോകുന്നില്ല. എന്ത് ട്രക്കോ എന്നും പറഞ്ഞ് അവൻ നോക്കുമ്പോഴാണ് ഇത് ട്രക്ക് എന്ന കാര്യം അവ അറിയുന്നത്. അപ്പൊ അവിടെ കുറെ ഏജൻസ് വരുന്നുണ്ട്. അപ്പൊ ആർക്കസ് പറയുന്നുണ്ട്, നീ പെട്ടല്ലോടാ പൊട്ട എന്ന് പറയുമ്പോൾ തന്നെ എപ്പിസോഡ് 2 എൻഡ് ആവുന്നുണ്ട്. ഇപ്പൊ ഡാൻഡേനെ US ഗവൺമെന്റ് ക്യാപ്ചർ ചെയ്യുകയാണ്. അപ്പൊ എപ്പിസോഡ് 3 തൊട്ട് വേറെ ലെവലിലേക്ക് പോകാൻ പോകുന്നത്. അപ്പൊ എപ്പിസോഡ് എങ്ങനെയുണ്ടായിരുന്നു താഴെ കമന്റ് ചെയ്യാൻ മറക്കണ്ട. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ഇനി അങ്ങോട്ട് ഡെവിൽ മേ ക്രൈന്റെ മനൽ എക്സ്പ്രഷൻ കാണാൻ വേണ്ടി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. സബ്സ്ക്രൈബ് ചെയ്തതിനു ശേഷം ബെല്ലൈക്കൺ ഓണിലാക്കി വെച്ചാൽ മാത്രമേ ഞാൻ വീഡിയോ ഇടുന്ന ആ സെക്കൻഡിൽ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുള്ളൂ. സോ താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് ദിസ് ഇസ് അലൻ എക്സ്പ്ലെയിനർ സൈനിങ്